മലയാളികൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പരാജയപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ടെൻസസിനെ കുറിച്ച് മലയാളത്തിൽ അറിയില്ല എന്നുള്ളത്. ടെൻസസ് 3 എണ്ണമാണ്: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. വർത്തമാനകാലം, ഭാവികാലം, ഭൂതകാലം. പക്ഷെ ഇതിൽ 12 സബ് ടെൻസസ് ഉണ്ട്. ഈ 12 സബ് ടെൻസസ് മുഴുവൻ കാണാതെ പഠിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്നത് ഒരു തെറ്റായ ധാരണയാണ്. ഒരു വ്യക്തിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ 5 ടെൻസസ് മതി, പക്ഷെ അതിൻ്റെ അർത്ഥം അറിയണം. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ സംസാരത്തിൽ 85% ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോർമുല നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്: സബ്ജക്റ്റ് പ്ലസ് വെർബ് അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ എസ്. ഇതിന്റെ ഉപയോഗം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ചെയ്യാറുണ്ട് എന്നാണ്, ശീലങ്ങളെ പറ്റി പറയാനാണ്. ഐ പ്ലേ ക്രിക്കറ്റ് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്ന് പറയാൻ ഐ പ്ലേ ക്രിക്കറ്റ് പറഞ്ഞാൽ മതി. അതേപോലെ ഞാൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V1 പ്ലസ് ING. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. ഞാൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മൂന്നാമത് ടെൻസ് വേണ്ടത് ഞാൻ ക്രിക്കറ്റ് കളിച്ചു. ഐ പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്: ഐ വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കുക. ഐ വാസ് പ്ലേയിങ് ക്രിക്കറ്റ് വെൻ യു കോൾ മീ. ഇനി അടുത്തത് എന്താ? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്: ഐ വിൽ പ്ലേ ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കും. അപ്പോൾ ഈ 5 ടെൻസസ് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇതിൻ്റെ മലയാളത്തിലുള്ള ഉപയോഗം അറിയണമെന്ന് മാത്രം.